നമസ്കാരം, ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വില്യം രാജകുമാരനും കേറ്റ് മിഡിൽട്ടണും ബ്രിട്ടന്റെ രാജകീയ പദവി ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായി റിപ്പോർട്ട്. ചാൾസ് രാജാവിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വില്യമും കേറ്റും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നതെന്നാണ് റിപ്പോർട്ട്. ഇംഗ്ലണ്ടിലെ ഭവന പ്രതിസന്ധികൾ പരിഹരിക്കാൻ വീടുകൾ നിർമ്മിക്കാൻ കൗൺസിലുകൾ നിർബന്ധിതരാകുമെന്ന് പ്രധാനമന്ത്രി സ്റ്റാർമർ. കൂടുതൽ വീടുകൾ നിർമ്മിക്കാൻ കൗൺസിലുകളെ നിർബന്ധിക്കാതെ ഇംഗ്ലണ്ടിലെ ഭവന പ്രതിസന്ധി പരിഹരിക്കാനാവില്ലെന്നും സർക്കാർ പറഞ്ഞു. പ്രതിവർഷം 3,70,000 വീടുകൾ നിർമ്മിക്കാൻ അധികാരികളെ നിർബന്ധിതമാക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ളതെന്ന് കെയർ സ്റ്റാമർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ വിടാൻ വോട്ട് ചെയ്ത ഭൂരിഭാഗം ബ്രിട്ടീഷുകാരും ഫ്രീ മാർക്കറ്റ് മൂവ്മെന്റിലേക്ക് മടങ്ങി വരുന്നതിന് തയ്യാറാകുമെന്ന് ക്രോസ് യൂറോപ്പ് പഠനം പറയുന്നു. യുകെയുമായി അടുത്ത ബന്ധത്തിനായി അംഗരാജ്യങ്ങൾ താൽപ്പര്യമുള്ളതായും കണ്ടെത്തി. യുക്രൈനിലെ റഷ്യയുടെ അധിനിവേശവും US പ്രസിഡന്റായുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പും യൂറോപ്യൻ യൂണിയൻ UK ബന്ധങ്ങളുടെ പശ്ചാത്തലത്തെ അടിസ്ഥാനപരമായി മാറ്റിയെന്ന് യൂറോപ്യൻ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് പറയുന്നു. യുകെയിൽ വാഹനാപകടത്തിൽ 32-കാരനായ ഇന്ത്യൻ വിദ്യാർത്ഥി മരിച്ചു. 4 പേർക്ക് പരിക്ക്. കിഴക്കൻ ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ ഷെയറിൽ വാഹനാപകടത്തിൽ 32-കാരനായ ഇന്ത്യൻ വിദ്യാർത്ഥി മരിച്ചു. മറ്റ് 4 പേരെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. കാറിലെ യാത്രക്കാരനായിരുന്ന ചിരഞ്ജീവി പാങ്കുലൂരി സംഭവ സ്ഥലത്ത് മരിക്കുകയും തുടർന്ന് 3 സഹയാത്രികരെയും ഡ്രൈവറെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കാർ കുഴിയിലേക്ക് മറിഞ്ഞതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അഫ്ഗാനിസ്ഥാനിൽ ചാവേറാക്രമണത്തിൽ മുതിർന്ന താലിബാൻ നേതാവും അഭയാർത്ഥികാര്യ മന്ത്രിയുമായ ഖലീൽ റഹ്മാൻ ഹഖാനി കൊല്ലപ്പെട്ടു. 58 വയസ്സുകാരനായ ഖലീൽ റഹ്മാൻ കൊല്ലപ്പെട്ടതായി അദ്ദേഹത്തിന്റെ മരുമകനാണ് സ്ഥിരീകരിച്ചത്. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവലിഞ്ഞതോടെ 2021 അദ്ദേഹം താലിബാൻ ഭരണത്തിൽ മന്ത്രിയായത്. താലിബാൻ പിന്തുണയ്ക്കുന്ന ഹഖാനി നെറ്റ്വർക്കിലെ പ്രമുഖനാണ് അദ്ദേഹം. സിറിയൻ പ്രസിഡന്റ് ബസറുൽ അസദിന്റെ വീഴ്ചയെ തുടർന്നുള്ള അസ്ഥിര സാഹചര്യം മുതലെടുത്ത് വൻ സൈനിക നീക്കം നടത്തി ഇസ്രായേൽ. ഞായറാഴ്ച മുതൽ ഇസ്രായേൽ നടത്തിയ 480 സൈനിക ആക്രമണങ്ങളിലൂടെ സിറിയയുടെ സൈനിക ശേഷി ഏറെക്കുറെ തകർന്നു. സിറിയയുടെ കര, നാവിക, വ്യോമസേനകളും ആയുധശേഷിയും സമ്പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഹോങ്കോങ് കാര്യങ്ങളിൽ ഇടപെട്ട US ഉദ്യോഗസ്ഥരുടെ വിസ പരിമിതപ്പെടുത്തി ചൈന. ഹോങ്കോങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തൃപ്തികരമല്ലാത്ത പ്രകടനം നടത്തുന്ന US ഉദ്യോഗസ്ഥർക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ചൈന തീരുമാനിച്ചതായി മാവോ പറഞ്ഞു. ചൈനയുടെ വിദേശബന്ധ നിയമവും വിദേശ ഉപരോധത്തെ ചെറുക്കുന്നതിനുള്ള നിയമവും അടിസ്ഥാനമാക്കിയാണ് നടപടി. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുന്നു. ഇതോടെ ഗൾഫ് കറൻസികൾ കുതിപ്പിലാണ്. ഒരു ഒമാൻ റിയലിന് 220 രൂപയാണ് ഇന്ന് വിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. ഈ അവസരം മുതലെടുത്ത് കൂടുതൽ പണം നാട്ടിലേക്ക് അയച്ച് ഗൾഫ് പ്രവാസികൾ. രൂപയ്ക്ക് കരുത്തുപകരാൻ റിസർവ് ബാങ്ക് നടത്തിയ ഇടപെടലുകൾ ഫലം കാണാതെ ഡോളർ ശക്തി പ്രാപിക്കുന്നതിനാൽ ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യവും കുത്തനെ ഉയരുകയാണ്. $1 ബില്യൺ ആസ്തി നേടുന്ന ചരിത്രത്തിലെ തന്നെ ആദ്യ വ്യക്തിയായി മാറി എലോൺ മസ്ക്. ബ്ലൂംബെർഗ് ബില്യനെയർ സൂചിക അനുസരിച്ച് മസ്കിന്റെ ഇപ്പോഴത്തെ ആസ്തി $440 മില്യൺ ആണ്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചതിന് ശേഷമുള്ള ആഴ്ചകളിലായിരുന്നു മസ്കിന്റെ ആസ്തി കുതിച്ചുയർന്നത്. ഫിഫ ലോകകപ്പ് 2034 ആതിഥേയത്വം വഹിക്കുന്നത് സൗദി അറേബ്യ. 2034 ഫിഫ ലോകകപ്പിന്റെ ആതിഥേയരായി സൗദി അറേബ്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 2030 പതിപ്പ് മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ നടക്കും. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.